സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ബ്രൈഡാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അനുസരിക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം. എല്ലാവരും എൻ്റെ ലോകം ദുആ ചെയ്യാം നല്ലൊരു ജീവിതത്തിന് വേണ്ടി. ഹലോ ഗായ്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിസ്രിയാണ്, നിക്കാഹാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുപ്പാൻ്റെ മോളുടെ എൻ്റെ അനിയത്തീൻ്റെ നിക്കാഹാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ നിക്കാഹ് ഉറപ്പിക്കൽ. അപ്പോൾ ഇന്നലെ കേട്ടോ കഴിഞ്ഞത് 13-ാം തീയതി. അപ്പോൾ അതാ നമ്മുടെ മണ്ഡപത്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെ മണ്ഡപമാണ് കേട്ടോ. എൻ്റെ കല്യാണം നിക്കാഹ് എല്ലാം കഴിഞ്ഞ ഈ മണ്ഡപത്തിലാണ്. കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുകയാണ്. എല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടി സെറ്റായിട്ട് നിന്നു. ഇക്കാൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് വന്നേയില്ല കേട്ടോ. പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. ഇക്ക കുറച്ച് കഴിഞ്ഞിട്ട് വരാനായിട്ട് കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനുള്ള സമയത്തായിരിക്കും, എന്നുമില്ലാത്ത തിരക്കാന്ന്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു. പിന്നെ അതാ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു കല്യാണ പെണ്ണിനൊക്കെ വെച്ചിട്ട്. അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരുന്നു. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലാണ് എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. പിന്നെ അതാ നമ്മുടെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുമായിരുന്നു. നല്ല ചൂടായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സ്റ്റേജിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വലിപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു മണ്ഡപം. അപ്പോൾ നല്ല ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താത്താൻ്റെ മോള്, താത്ത, പിന്നെ വേറൊരു താത്ത, നമ്മുടെ താത്താരൊക്കെ ഉണ്ട് ഒപ്പം. പിന്നെ അതാ നമ്മുടെ ഉമ്മ ഉണ്ട് കൂടെ. ഉമ്മ ഫോട്ടോ എടുക്കാനൊന്നും കയറിയില്ല, കുറേ നിർബന്ധിച്ചിട്ടും വന്നില്ല കേട്ടോ. ഉമ്മക്ക് ഭയങ്കര ചമ്മൽ. എല്ലാവരും രണ്ടാളും കൂടി ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ മാറ്റിയിട്ട് പിന്നെ അടിമുടിയൊക്കെ ആയിട്ട് പിന്നെ ലാസ്റ്റ് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അച്ചു, താത്താൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ 3 ആളാണ് സെറ്റ്. അപ്പോൾ അവളുടെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ട്. വലിയ ഗ്രാൻഡായിട്ട് നടത്തിയില്ലെങ്കിലും എന്നാലും അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഉമ്മ, എൻ്റെ കുഞ്ഞുമ്മ കേട്ടോ. പിന്നെ അവിടെ നടന്നത് ചെറുപറ ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. ഫാമിലി ഫോട്ടോ, പിന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫോട്ടോ, അങ്ങനെ പലതരം ഫോട്ടോകളായിരുന്നു. ചെക്കൻ വന്നിട്ടില്ല. ചെക്കൻ്റെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് കുറേ ഫോട്ടോ എടുത്ത് വെച്ചു കേട്ടോ. ഞങ്ങൾ പിന്നെ ആ ഫോട്ടോ തന്നെ എടുത്തുള്ളൂ. പിന്നെ ഇക്ക വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോയിട്ട്, ഇക്ക വന്നപ്പോഴേക്കും ചെക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കല്യാണം വന്നിട്ടുണ്ട് കേട്ടോ, കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ വേണ്ടി ഞാനും ഉമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് പേര് അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ബസ്സിൻ്റെ അടുത്ത് പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ, മിസ്രിയ ആൻഡ് റഷീദ് നട്ട ചെക്കൻ്റെ പേര്. പിന്നെ എല്ലാവരും ഇതാ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. മക്കളൊക്കെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇടയിലൊക്കെ കുറേ പേരെ കഴിക്കാൻ ഇരുത്തലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്, നമ്മൾ പിന്നെ അവിടുത്തെ മെയിൻ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് പിന്നെ ആൾക്കാരനെ ക്ഷണിക്കലും കഴിക്കാതിരിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് ചെക്കന് പള്ളിയിൽ നിന്നായിരുന്നു കേട്ടോ നിക്കാഹ്. അത് കഴിഞ്ഞതാ മുട്ടായി കൊടുക്കലും ബൊക്കെ കൊടുക്കലും അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ സമാധാനമായിട്ട് വന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു ചടങ്ങുകളൊക്കെ. അപ്പോൾ ചെക്കനും പെണ്ണും അടിപൊളിയായിട്ട് നല്ല മാച്ചുണ്ട് കേട്ടോ രണ്ടാളും കൂടി. ഇനി അവർ കൊടുന്ന ഡ്രസ്സ് മാറ്റിയിട്ടില്ല, ഇവിടെ എടുത്ത ഡ്രസ്സാണിത്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടാണ്, നിക്കാഹ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ വീഡിയോ എടുക്കും. അപ്പോൾ മിഠായി, ഫോണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വന്ന ഫോട്ടോഗ്രാഫറും ഇവിടുത്തെ ഫോട്ടോഗ്രാഫറും കൂടി മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര മത്സരമായിരുന്നു അവിടെ, ആ പോസ് ഈ പോസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ താരം ഇക്ക വന്നത് കേട്ടോ. ഇക്ക വരാൻ വൈകിപ്പോയി. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഇക്കാനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അതാ പെണ്ണിൻ്റെ ആങ്ങൾ അവിടെ നിൽക്കണു. പെണ്ണിൻ്റെ ആങ്ങൾ മാത്രമല്ല നമ്മുടെ ആങ്ങൾ കേട്ടോ. അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് നമ്മുടെ ആങ്ങളെയാണ്. അപ്പോൾ അവന് ഭയങ്കര ബിസിയാണ്, വിശക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോ എടുത്തരാന്നൊക്കെ പറഞ്ഞു. ഇക്ക എന്തൊക്കെയേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ സൗണ്ടിലൊന്നും കേൾക്കണില്ല. ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ വിശക്കണുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണ് വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടേക്ക് പാഞ്ഞെത്തിയത്. മഹർ പറഞ്ഞപ്പോൾ കേട്ടോ. മഹർ കാണാനുള്ള ഒരു സന്തോഷം തന്നെയല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെയിനും പിന്നെ ലോക്കറ്റ്, മഹർ, ചെയിന്, പിന്നെ കൈച്ചേനും മോതിരം. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണല്ലോ. എല്ലാവർക്കും മഹർ കാണിച്ചു കൊടുക്കൽ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. അതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. പിന്നെ
ഇനി എന്താ മഹറൊക്കെ കെട്ടുന്ന ചടങ്ങാണ്. അപ്പോൾ മഹർ കെട്ടുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചോറ് വയ്ക്കുന്ന ആ ഭാഗത്ത്, ചോറ് വയ്ക്കാനല്ല വേറെ എന്തിനോ പോയതാണ് കേട്ടോ. ആരിനൊക്കെ അവിടെ ഇരുത്താനോ സ്ഥലമുണ്ടോ നോക്കാനോ അങ്ങനെ എന്തിനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ അമ്മായിയമ്മ ചെക്കൻ്റെ ഉമ്മയും പേണ് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ ഉമ്മയാണ് കഴിച്ചതിനൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ കുഞ്ഞുമ്മ ആങ്ങളാണ്, ഒരാങ്ങള ഗൾഫിലാണ് കേട്ടോ, അമീർ. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗൾഫിൽ പോണതിൻ്റെ, അവൻ കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആങ്ങളയാണ് അവന്. അങ്ങനെ ഇവർ 3 ആളാണ് കേട്ടോ കുട്ടികൾ. അങ്ങനെ എല്ലാ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും വൈറ്റ്, ചെക്കനും പെണ്ണും വൈറ്റ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ഫോട്ടോ എടുത്തിട്ടൊക്കെ എഡിറ്റ് ചെയ്യുക, ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. കാരണം നിക്കാഹ് കഴിഞ്ഞു, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത്ര നേരം ടെററായിട്ട് നിന്ന എൻ്റെ മോനാണ് ഇപ്പോൾ ഇവിടെ നല്ല വിട്ടായിട്ട് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഗുണ്ടായിരുന്നു, ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അത് പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആൾ കുറച്ച് ഫേമസ് ആയിട്ടോ, കുറച്ച് തന്നെ വഴക്ക് പറയലും തല്ലലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫേമസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ദുആ ഇറക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടോ, പെണ്ണും ചെക്കനും കൂടി ഇറങ്ങാനുള്ള സമയമായി. ഇപ്പോൾ കല്യാണമല്ല, എന്നാലും നിക്കാഹ് കഴിഞ്ഞിട്ടൊന്ന് കൂട്ടിയിട്ട് പോയിട്ട് അപ്പം തന്നെ കൊണ്ടുവന്നാക്കിയിട്ട്, ഇപ്പോൾ ഇന്നലെ എന്നെ കൊണ്ടുവന്നാക്കി. അന്ന് ചെറുതായിട്ടൊന്ന് വീട്ടിൽ കയറ്റിയ ഒരു ചടങ്ങ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പോകാം, അങ്ങനെ ഒരു ചടങ്ങാട്ടോ. അപ്പോൾ ദ്വാരക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ആമീനൊക്കെ പറഞ്ഞ് നന്നായിട്ട് നമ്മളും പ്രാർത്ഥിച്ചു, നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ അവർ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരച്ചിൽ കറക്റ്റായിട്ട് നമ്മൾ എടുക്കണമല്ലോ, ഫോക്കസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ വേഗം ഓടിപ്പോയിട്ടോ തുടങ്ങിയിട്ടുണ്ട്, ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ട് വേഗം ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞത് ഈ കല്യാണത്തിന് കരയാൻ മതി, ഇനിയിപ്പോൾ എന്തിനാ കരയുന്നതൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കട്ടെ, നേരെ കരയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോന്ന് പറഞ്ഞ് അവളെ ചിരിപ്പിച്ചു കേട്ടോ. എല്ലാവരും അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അവൾ ചിരിച്ചു കേട്ടോ. കരഞ്ഞുകൊണ്ടിരുന്ന ആൾ ചിരിച്ചിട്ട് സന്തോഷത്തിൽ തന്നെ പിന്നെ പറഞ്ഞയച്ചത്. ഇപ്പോൾ തന്നെ കൊണ്ടുവരുമല്ലോ, ഇപ്പോൾ തന്നെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കൊണ്ടുപോയതാണ്. പിന്നാലും നിക്കാഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോവുക എന്നൊരു പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ കൊണ്ടായിരിക്കും അവൾ കരഞ്ഞത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും അവളോടത്ത് ചോദിക്കണം എന്തിനാണ് കരഞ്ഞത് എന്ന്. അപ്പോൾ ചെക്കനും പെണ്ണിനെയൊക്കെ കാറിൽ കൊണ്ടുപോയി കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ചിരിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് കരച്ചിലാക്കിയിട്ട് കുഞ്ഞമ്മ അവിടെ നല്ല സങ്കടത്തിൽ ആഴ്ത്തിയിട്ടാണ് പോയത്. എന്നാലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കയറിപ്പോയി. അങ്ങനെ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി കാറിൽ കയറി. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോവുള്ളൂ. അപ്പോൾ ചെക്കനും പെണ്ണും യാത്രയായി, സുഹൃത്തുക്കളെ യാത്രയായി. അപ്പോൾ ചെക്കനും പെണ്ണൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.